പത്തരമാറ്റ് സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ഫോണിനകത്ത് പഴയ ബിസിനസ് കോണ്ടാക്ട്സ് എല്ലാം നോക്കുകയാണ് കേട്ടോ. എല്ലാ കോണ്ടാക്ട്സും അതുപോലെ തന്നെ ഫോണിലുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരെയായിട്ട് വിളിക്കുകയാണ്. ആദ്യം അവരെടുത്ത വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പ്രതിമ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വർക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട എല്ലാവരും പറയുന്നത് നയന കല്യാണം കഴിച്ചു പോയതിന് ശേഷം വർക്കൊന്നും ചെയ്യുന്നില്ല എന്ന് കേട്ടതുകൊണ്ട് ഞങ്ങള് വർക്കൊക്കെ മറ്റാൾക്കാർക്ക് കൊടുത്തു എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പക്ഷെ അവരടുത്ത് ഇനി എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. 3-4 പേര് വിളിക്കുമ്പോഴും അവരൊക്കെ ഇതേ കാര്യം പറഞ്ഞിട്ട് നയനയെ കൈയൊഴിയാണ് കേട്ടോ ചെയ്യുന്നത്. വിളിച്ചവരെല്ലാവരും എന്നെ കൈയൊഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോവുക? അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കയറി വരുന്നത് കേട്ടോ. ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ വന്നിട്ട് നീ ജോലി ചെയ്യുന്നതിന് അമ്മ ഓക്കെ പറഞ്ഞു എന്ന് പറയാണ് കേട്ടോ. ഇപ്പോ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയാണേ. ഇത്രയും വലിയൊരു സന്തോഷം പറഞ്ഞിട്ട് നീ എന്താ സങ്കടപ്പെടുന്നെന്ന് ചോദിക്കുമ്പോ, അല്ല ഇപ്പൊ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അമ്മ ഓക്കെ എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളടുത്ത് ഓക്കെ അല്ല പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അമ്മ എന്തായാലും ഇപ്പോ ഓക്കെ പറഞ്ഞില്ലേന്ന് ആദർശ് ചോദിക്കുമ്പോ, അതല്ല ആദർശേട്ടാ, ഒരിക്കലമ്മ അല്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് കേൾക്കുമ്പോ ആദർശ് ആകെ കുഴഞ്ഞ മട്ടിലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ചേർക്കില്ല അല്ലേന്ന് ചോദിക്കാണ് കേട്ടോ. നീ ഇങ്ങോട്ട് നോക്ക്, നീ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കണ്ട. ഇപ്പൊ നീ നാളെ ഓഫീസിലേക്ക് വരേണ്ട കാര്യങ്ങളെ കുറിച്ച് നോക്കാൻ നോക്ക്. ഇതെല്ലാം കേട്ടിട്ടും നയന വേണ്ട എന്നാണ് കേട്ടോ പറയുന്നത്. അതെന്താന്ന് ആദർശ് ചോദിക്കുമ്പോ, ഇന്നിപ്പം ശരി എന്ന് പറഞ്ഞു, എന്നാ നാളെ അത് തെറ്റെന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ നിങ്ങള് അമ്മ പറയുന്ന കാര്യങ്ങളെ എതിർക്കില്ല. അപ്പോ എന്നെ വിശ്വസിച്ചിരിക്കുന്ന എന്റെ അച്ഛനും അമ്മയെയും ഞാൻ നടുതെരുവിൽ നിർത്തുന്നതിന് തുല്യമാകും. ഇപ്പോ ഓൾറെഡി അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഞാനും കൂടി ചേർന്നിട്ട് അവർക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല. നോക്കു നയന, നിന്റെ പിടിവാശിയൊന്നും ഈ കാര്യത്തിൽ കാണിക്കരുത്. നിന്റെ അച്ഛനും അമ്മയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നീ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനും നല്ലൊരു കാര്യം നിനക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. വേറെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നീ പറഞ്ഞോ, അതിന് പൊക്കോളൂ. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ കമ്പനി വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. എന്തുകൊണ്ടെന്ന് അറിയോ? അമ്മ അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ആ സാലറി കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ അടക്കമുള്ള എല്ലാവരും പറയും എൻ്റെ വീട്ടുകാര് ഇവിടുത്തെ പൈസ കൊണ്ടാണ് കഴിയുന്നത് എന്നുള്ള കാര്യം. ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ഒരിക്കലും ജീവിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. വയസ്സായിട്ടിരിക്കുന്ന അവർക്ക് പിന്നെ ജീവിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. അവര് നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ തന്നെ അവരുടെ കുഴി തോണ്ടുന്നത് പോലെ ആയിരിക്കും. പിന്നെ എന്തായാലും എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ ഓഫർ ലെറ്റർ വേണ്ട. ഇത് ഞാൻ ദേഷ്യത്തോട് കൂടിയിട്ടോ മറ്റൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടോ പറയുന്നതല്ല. എല്ലാം നല്ല ആലോചിച്ചെടുത്തിരിക്കുന്ന തീരുമാനം തന്നെയാണ്. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവാണ് കേട്ടോ. ആദർശാണെങ്കിൽ ആകെ എന്തോ പോലെ ആവുന്നുണ്ടേ. തുടർന്ന് കാണിക്കുന്നത് നവ്യാണെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇന്നിപ്പോ തൽക്കാലം നയനയുടെ തലയിൽ ഇട്ടിട്ട് കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി. പക്ഷേ എപ്പോഴും ഇത് നടക്കണമെന്നില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങും എൻ്റെ വയറ് വലുതാവുന്നത് നോക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ തുണി എന്തെങ്കിലും വെച്ച് കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ അവ മൂലം ഞാൻ പ്രഗ്നന്റ് ആവണം. അയ്യോ നവ്യ, പറഞ്ഞ കള്ളത്തരം ഇതുവരെ സത്യമാക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ നവ്യ തന്നെ സ്വയം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അബി കയറി വരുന്നത്. അബി നല്ല വെള്ളം അടിച്ചിട്ട് ബോധം ഇല്ലാണ്ടാണ് കേട്ടോ വരുന്നത്. വന്ന ഉടനെ തന്നെ ഐ മൈ ഡിയർ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവ്യക്ക് അരികിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കാണിക്കാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല അബി, നീ തന്നെയാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ ഡാർലിംഗ്, നീ എന്തൊരു വലിയ കാര്യമാണ് ചെയ്തത്, അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയാണേ. ഇത് കേട്ട നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്ത് കണ്ടു എന്നാണ്? നയനയ്ക്ക് നീ ഇത്രയും വലിയൊരു പണി കൊടുത്തില്ലേ, ഫോൺ എടുത്തിട്ട് അമ്മയോട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ ദേവയാനിയുടെ മുമ്പിൽ വെച്ചിട്ട് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു എന്നുള്ള കാര്യം അബി പറയാണ് കേട്ടോ. ഞാൻ അവൾക്ക് ഇട്ടിട്ട് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്, എന്നാൽ നീ അതിനേക്കാൾ വലിയ പണിയാണ് അവൾക്കിട്ട് കൊടുത്തത്. എന്നാ ഇത് കേട്ട് നവ്യ പറയുന്നുണ്ട് കേട്ടോ, അല്ല അബി, അബിക്ക് അത് തോന്നിയതാവും, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചെയ്തതല്ല എന്ന് പറയുമ്പോൾ നീ എൻ്റെ മുമ്പിലാണോ കളിക്കുന്നത്? എന്തായാലും നീ നവ്യക്ക് ഇങ്ങനെ ഒരു പണി കൊടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒന്നും വേണ്ട, അബിയുടെ സ്നേഹം മതി എന്ന് പറയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നവ്യ ഇന്ന് നീ വിചാരിച്ച കാര്യം നടക്കൂ എന്നുള്ള കാര്യം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അബിക്ക് ഒരു ബോധവും ഇല്ലല്ലോ, വെള്ളം അടിച്ചിട്ട് പൂസായിട്ടിരിക്കുകയാണ് ആള്. അങ്ങനെ അബിയാണെങ്കിൽ നവ്യയുടെ അഭിനയത്തിൽ വീഴാണ് കേട്ടോ ചെയ്യുന്നത്. അബിയെ നേരെ കട്ടിലേക്ക് തള്ളിയിട്ടും കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അബിയുടെ മേലെ കിടക്കുന്നതായിട്ടുള്ള രംഗമൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. തുടർന്ന് വീണ്ടും നയന ചിന്തിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആദർശേട്ടനോട് ജോലി വേണ്ട എന്നൊക്കെ വലിയ വായിൽ ഞാൻ പറഞ്ഞു, പക്ഷേ അമ്മയുടെ അച്ഛൻ്റെയും പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക? അവരുടെ കയ്യിൽ നിന്ന് ആ വീട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ പരൊരു സങ്കടം എനിക്ക് മറ്റൊന്നുമില്ല. എന്തായാലും മറ്റാരെങ്കിലും വിളിച്ചിട്ട് ജോലി അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരാളെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പ്രതിമകൾ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ടെന്നും ഇന്ന് ഞാൻ മോളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് ഇത്രയും ബൊമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മോളാണെങ്കിൽ കൂടെ ഇല്ലാത്തത് കൊണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ വർക്ക് ഇനി മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുകയാണെ ആ വർക്ക് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് നയന ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇതുവരെ ആർക്കാ കൊടുക്കേണ്ടതെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യാം, ആ ഓർഡർ ഞങ്ങൾക്ക് തന്നെ തരണമെന്ന് പറയുമ്പോൾ അതിനെന്താ മോളെ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, മോള് ആ വർക്ക് ചെയ്യുക എന്ന് കേൾക്കുന്നത് പരം സന്തോഷം മറ്റൊന്നുമില്ല എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് കൃഷ്ണമൂർത്തിയും പറയുന്നുണ്ട്. അതുപോലെ നയനയും ഞാനും എത്തിക്കോളാം രാവിലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ നവ്യയും അഭയും കൂടി ഇങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് അഭിക്ക് ബോധം വരുമ്പോഴാണ് നെഞ്ചത്ത് കിടക്കുന്ന നവ്യയെ കാണുന്നത്. തട്ടിമാറ്റിയും കൊണ്ട് എന്താ ഇവിടെ നടന്നതെന്ന് ചോദിക്കുകയാണേ. എന്താ അബി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിന്റെ അടുത്തല്ലേ ചോദിച്ചത് എന്താ നടന്നത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയാണോ നടക്കേണ്ടത് അതൊക്കെ നടന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ നവ്യ. ഇത് കേട്ട അബിയാണെന്നുണ്ടെങ്കിൽ തലക്കടിച്ചിട്ട് അമ്മ എന്താണ് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് നടന്നല്ലോ, വലിയ പ്രശ്നം തന്നെ നടന്നല്ലോ, ഇവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്ന് വിചാരിച്ചിട്ട് അയ്യോ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ വയ്ക്കുന്നുണ്ട്, എന്താ അബി ചിന്തിക്കുന്നത്? നമ്മൾ എപ്പോഴും ഇതുപോലെ ക്ലോസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അബിയെ ബെഡിലേക്ക് അങ്ങ് ചേർത്ത് കിടത്തുകയാണ് കേട്ടോ. പക്ഷേ നവ്യയെ തട്ടി മാറ്റിയിട്ട് ഇങ്ങനെയൊന്നും നടക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷനിലാണ് കേട്ടോ അബി പുറത്തേക്ക് ഇറങ്ങുന്നത്. തിരിച്ചു വന്നിട്ട് വീണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്താണോ ഞാൻ വിചാരിച്ചത് അത് നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അങ്ങനെ നവ്യ ഭയങ്കര ഹാപ്പിയാണ് വിചാരിച്ച കാര്യം നടന്നതിന്റെ പേരിൽ. തുടർന്ന് കാണിക്കുന്നത് ആദർശിന്റെ അരികിലേക്ക് നയന പോവാൻ റെഡിയായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ഒന്നും തെറ്റായിട്ട് വിചാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. പഴയതുപോലെ തന്നെ അച്ഛന്റെ കടയിൽ പോയിട്ട് ഞാൻ ജോലി ചെയ്തോട്ടെ എന്നുള്ള കാര്യം പറയുകയാണേ. ഇവരുടെ സംസാരം അവിടെ ഇരുന്നിട്ട് അഭി കേൾക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ പറയുന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ വേറെ വഴിയൊന്നുമില്ല, എൻ്റെ വീട്ടുകാര് ഫിനാൻഷ്യലി ഭയങ്കര കഷ്ടപ്പാടിലാണ് ഉള്ളത്, അച്ഛന് പഴയതുപോലെ ജോലിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഞാൻ പോയിട്ട് ഒരു ഹെൽപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും, അറ്റ്ലീസ്റ്റ് നന്ദുവിന്റെ പഠനം കഴിയുന്നത് വരെയെങ്കിലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും, പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ കഷ്ടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് 1 രൂപ എടുത്തിട്ട് ഞാൻ പോവില്ല, അത് ഉറപ്പാണ്, അത് നിങ്ങൾ അമ്മയോട് പറഞ്ഞേക്കൂ. എന്താ നയന ഇത്, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ജോബ് ഓഫർ എന്ത് വലുതാണ്, അതെല്ലാം വിട്ടിട്ടാണോ നീ ഇപ്പം ഈ കടയിൽ പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആ സമയത്ത് ആണെങ്കിൽ മനസ്സ് വിചാരിക്കുന്നുണ്ട് കേട്ടോ, ജോബ് ഓഫർ വരെ കൊടുത്തല്ലേ. തുടർന്ന് നയന പറയുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും അതൊരു ചെറിയ കടയായിരിക്കും, അങ്ങനെയല്ല, എൻ്റെ വീട്ടിലെ എല്ലാവരും വളർത്തി വലുതാക്കിയത് ആ കടയാണ്. തുടർന്ന് ആദർശ് പറയുന്നത് ഇത് കേട്ടിട്ട്, കടയെ അങ്ങനെ ചെറുതാക്കി കണ്ടതല്ല ഞാന്, നീ ഇങ്ങനൊരു സാധാരണ ജോലിക്ക് പോകുന്നത് എനിക്ക് എന്തോ ഒരു വിഷമം പോലെയാണ്, നിങ്ങൾക്ക് മറ്റാരെങ്കിലും അത് തെറ്റാണെന്ന് പറയുന്ന ഉള്ള തോന്നലാണെന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളത് ഞാൻ ചിന്തിക്കാറില്ല. എന്തായാലും എനിക്ക് നീ ഇങ്ങനെ പോകുന്നത് താല്പര്യമില്ല, പക്ഷേ നീ ശരിക്കും നിൽക്കേണ്ട സ്ഥലം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ്, പക്ഷേ നിന്റെ അച്ഛനും അമ്മയും സഹായിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് നീ തന്നെയാണ്, അതിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള അവകാശമില്ല. ഞാൻ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും, അതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയണേ, സോറി എന്നും കൂടി പറയുമ്പോൾ ശരി എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൊക്കോളാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. എന്നാൽ ഇത് കേട്ട അഭിയാണെങ്കിൽ മറ്റൊരു പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ഇത്രയും വലിയ കോടീശ്വരിയായ
വീട്ടിലെ കളിമൺ പ്രതിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളിമണ്ണില് ആടി കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. അത് നന്നായിട്ട് വൈറൽ ആവാനുള്ള സാധ്യതയുണ്ടെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഗോവിന്ദനും എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ കോൺട്രാക്ട് പോയതിന്റെ സങ്കടത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അത് വലിയൊരു കോൺട്രാക്ട് ആയിരുന്നു, വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയണേ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളെ കൊണ്ട് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് പറയാണ്. തുടർന്ന് നമ്മുടെ നന്ദു ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ പഠിത്തം മതിയാക്കിയിട്ട് ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കാണ് കേട്ടോ. നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, വെറുതെ ഓരോ മണ്ടത്തരങ്ങൾ പറയരുതെന്നൊക്കെ പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷ്ണമൂർത്തി വരുന്നത്. അവരെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. എന്താ, കോൺട്രാക്ട് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ആ കോൺട്രാക്ട് നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദന് ഒരുപാട് സന്തോഷമാവാണ്. നയന ഇല്ലാതെ ഞാൻ ചെയ്തു തന്നാൽ മതിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളെന്താ ഒന്നും അറിയാത്തത് പോലെ സംസാരിക്കുന്നത്. അപ്പോഴേക്കും നയന വാതിക്കൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നയന, ഈ കോൺട്രാക്ട് നിങ്ങളുടെ കടയിൽ വന്ന് ജോലി ചെയ്തുകൊണ്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് കേട്ടോ ഗോവിന്ദൻ. അവൾ തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോഴേക്കും അതെന്താ അച്ഛ എന്ന് ചോദിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് നയന. എന്താ അച്ഛ ഇത് ചെയ്തു കൊടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നീ ഒരിക്കലും ഇതിനൊന്നും വരരുത്. നീ എത്ര വലിയ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം നിനക്കറിയോ? അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നീ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് അതൊന്നും ഒരിക്കലും ശരിയാവില്ല. അച്ഛ, അവിടെ എനിക്ക് എന്താ ഒരു കുറവ്? അവിടെ എനിക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല. നിങ്ങളാണ് ഇപ്പൊ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജോലി ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നിനക്കറിയോ ഈ കഷ്ടപ്പാട് ഒരിക്കലും അവസാനിക്കില്ല. ഓരോരോ കഷ്ടപ്പാടുകളായിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതൊന്നും നിന്നെ കൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും വേണ്ട. എന്താ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ നവ്യായിട്ടാണോ കാണുന്നത്? നിങ്ങളെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. നിന്നോട് ഞാൻ കെഞ്ചി പറയാണ്, വേണ്ട, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ. എന്താ അച്ഛ ഇങ്ങനെ എൻ്റെ അടുത്ത് പോ എന്ന് പറയുന്നത്? പോവാൻ വേണ്ടി പറഞ്ഞു ഞാനൊരു പോക്കങ്ങ് പോകും. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടി ഒരിക്കലും വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു രീതിയിലുള്ള ജീവിതം എനിക്ക് വേണ്ട. ഒരു പെൺകുട്ടിക്ക് കല്യാണമായെന്ന് കരുതിയിട്ട് ഒരിക്കലും അച്ഛനും അമ്മയും മറക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അവകാശം അവൾക്കും ഉണ്ട്. ഒരു പയ്യന് അത് ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഉണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടിക്കും ഉണ്ട്. അതില്ലാന്ന് എങ്ങനെയാ പറയുന്നത്? ഇത് കേട്ട ഗോവിന്ദൻ, ഇങ്ങനെ പറയാനൊക്കെ പറ്റും, പക്ഷെ ഇതൊന്നും ഒത്തുവരില്ല. ഓൾറെഡി നിന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇതെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട, എന്നെ വിട്ടേക്ക്, ഞാൻ പോവാണ്, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ നയന. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനം.